അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വിഭവം പിടിയും മട്ടൻ കറിയുമാണ്. സാധാരണ പിടിയും ചിക്കൻ കറിയുമാണ് കോമ്പിനേഷൻ. ഇന്ന് ഞാനിവിടെ മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിടി ഉണ്ടാക്കാനായിട്ട് ആദ്യമായി ഒരു 5-6 ചുവന്നുള്ളി, ഒരു 2-3 വെളുത്തുള്ളി കുറച്ച് വലുതായതുകൊണ്ടാണ് ഒരു 3 എണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം, പിന്നെ ഒരു 1.5 മുറി തേങ്ങ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ആ ജീരകവും വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഈ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകവും വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടെ ഉള്ള കൂട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒരുവിധം ചൂടായി വരുമ്പം വേണം ഇതിട്ട് കൊടുക്കാൻ. അപ്പോൾ അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ആവശ്യത്തിനുള്ള പൊടിയെടുക്കാം. പിടി ഉണ്ടാക്കാനുള്ള പൊടിയെടുക്കാം. അപ്പോൾ ഇവിടെ അരിപ്പത്തിരിയുടെയും അപ്പത്തിൻ്റെയൊക്കെ പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അജ്മിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 3 കപ്പ് പൊടിയോളം ഞാനിവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് പൊടിയെടുക്കാം. അതുപോലെ തന്നെ വെള്ളം തിളപ്പിച്ചെടുക്കാം. ആ വെള്ളം തിളപ്പിച്ചെടുക്കുന്നതിനകത്ത് വെളുത്തുള്ളിയും ചെറുള്ളിയൊക്കെ ഇടുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഇടാം. നമ്മുടെ വെള്ളമൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ വേണം ഈ മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ മാവെല്ലാം എടുത്ത് വെച്ച പാത്രത്തിലേക്ക് തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മൾ മാവിനകത്ത് വേറെ ഉപ്പ് ചേർക്കേണ്ട കാര്യമില്ല. ഇനി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം വേണമെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് ഒരു കൈയളവിലാണ് ചെയ്യുന്നത്. ഇതിന് വലിയ അളവൊന്നും എടുക്കുന്നില്ല. എല്ലാം ഒരു കൈയളവിലാണ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന മാവിനനുസരിച്ച് വെള്ളം ഒക്കെ എടുക്കുക, അതിൻ്റെ ചേരുവകളൊക്കെ ചേർക്കുക, കുഴച്ചെടുക്കുക. ഇനി നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഈ മാവിലോട്ട് ഇട്ട് കൊടുക്കാം. മാവിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടെ നന്നായിട്ട്, മാവ് ഒരുവിധം തണുത്ത് കഴിയുമ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് കുഴച്ച് നല്ല പേഞ്ഞെടുക്കണം. അതായത് ഒന്ന് അയച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ പിടിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. അങ്ങനെ മാവെല്ലാം പേഞ്ഞ് ഒരുവിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പം നമ്മൾ ഈ മാവ് അയച്ചെടുക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ഉരുട്ടി നോക്കണം, നമ്മുടെ ഉരുളയ്ക്കനുസരിച്ച് മാവ് റെഡിയായിട്ടുണ്ടോ എന്ന്. അപ്പം അത് റെഡിയായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ ഞാനിവിടെ മാവെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വലിപ്പത്തിനനുസരിച്ച് ഉരുളകളാക്കി എടുക്കാം. ഇനി ഒരു ബൗളിലോട്ട് ഞാൻ ഒരല്പം തേങ്ങയും ഒരല്പം മാവും കൂടെ ചേർത്ത് ഒരല്പം വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി വെക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പിടിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അതിനാണ് അങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോഴേക്കും നമ്മൾ ഇതെടുക്കാൻ സമയമാകുമ്പോൾ ഇത് നന്നായിട്ട് ലൂസായിട്ടിരിക്കും. അപ്പം ഞാൻ നേരത്തെ തിളപ്പിച്ചാറി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരല്പം ഒഴിച്ചാണ് ഈ മാവ് ലൂസാക്കി എടുക്കുന്നത്. ചൂടുവെള്ളത്തിൽ ആ വെള്ളം ഇല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ വേണമെങ്കിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇച്ചിരി ഏറെ വെള്ളം തിളപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരല്പം വെള്ളം എടുത്ത് ഇത് നമുക്ക് ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ തേങ്ങയും ഒരല്പം മാവും കൂടെ എടുത്ത് ഇതൊന്ന് ലൂസാക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് തിളച്ച് വരുന്ന സമയത്തിന് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഈ പിടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പിടിയെല്ലാം മുങ്ങിക്കിടക്കത്തക്ക രീതിയിലാണ് വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളമില്ലേ, ആ വെള്ളം ബാക്കി വന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനകത്തെ ജീരകവും എല്ലാം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇനി ഇത് ഓപ്ഷണലാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഈ വെള്ളത്തിൽ ചേർക്കുന്നുണ്ട്. നെയ്യുടെ ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഞാനൊരല്പം ചേർക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർത്താൽ നമ്മുടെ പിടിയൊന്നും പരസ്പരം ഒട്ടിപ്പിടിക്കത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത്തിരി നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്.
ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പിടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ തിളച്ച് വന്ന വെള്ളത്തിലേക്ക് പിടിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. എങ്കിലേ ഈ പിടിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന മാവും തേങ്ങയും കൂടെ ഉള്ള കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിരിക്കണം. കാരണം പിടിയൊക്കെ തിളയ്ക്കുന്നത് ഹൈ ഫ്ലെയിമിലാണെങ്കിലും ഈ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പിന്നെ നമ്മൾ പതിയെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. എന്നിട്ട് നന്നായിട്ട് കുറുകി വറ്റി വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പിടി ഇവിടെ റെഡിയായിട്ടുണ്ട്. പിടി നല്ല ഉറച്ച് നല്ല റെഡിയായിട്ട് തണുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൻ കറി റെഡിയാക്കിയെടുക്കാം. അപ്പം ഞാൻ മട്ടൻ കറി ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് വെക്കുന്നത്. 1 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അത് ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് അതിൻ്റെ ഉളുമ്പ് മണമൊക്കെ മാറത്തക്ക രീതിയിൽ കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുക്കുന്നതോടൊപ്പം ഇത് ഊറ്റി മാറ്റുന്നില്ല. ഇതിനകത്ത് വെള്ളമൊക്കെ അല്ലാതെ ഞെക്കി പിഴിഞ്ഞെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അല്പം വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ ഈ മട്ടൻ ഒരു വല്ലാത്ത സ്മെല്ലുണ്ട്. ആ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ബോണോട് കൂടിയ മട്ടനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കൊഴുപ്പുമൊക്കെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പം ഈ ഉപ്പും വിനാഗിരിയൊക്കെ ചേർക്കുമ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഇത് കഴുകി വൃത്തിയാക്കിയെടുക്കാൻ. കഴുകി വൃത്തിയാക്കി എടുത്ത മട്ടൻ നന്നായിട്ട് 2 കൈ കൊണ്ടും ഞെക്കി പിഴിഞ്ഞ് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊരു കുക്കറിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ കുക്കറിൽ ഇവിടുത്തെ മട്ടന് വലിയ വേവില്ല. അതുകൊണ്ട് ഒരു വിസിൽ മാത്രം കേൾപ്പിച്ചാണ് ഞാൻ ഈ മട്ടൻ വേവിച്ചെടുക്കുന്നത്. ഓരോ മട്ടനും ഓരോ തരം വേവാണ്. അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ കുക്കറിൽ വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പും കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം 2 കഷ്ണം പട്ട ചേർക്കാം. അതിനുശേഷം ഒരു 4-5 ഗ്രാമ്പൂ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകമാണ്. പിന്നെ ഒരു 1/4 കിലോ ചുമന്നുള്ളി തൊലി കളഞ്ഞത് ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ച് നമുക്ക് അടുപ്പിൽ വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ കേൾപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കിയെടുക്കാം. കുറച്ച് മല്ലിയില, ഒരു 4 സവാള, ഒരു 2-3 തണ്ട് കറിവേപ്പില, 2 ടൊമാറ്റോ, ഒരു 4-5 പച്ചമുളക്, ഇത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സവാള എല്ലാം ചെറിയ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയ ജീരകം നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
ഒരുവിധം വയണ്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവാളയൊക്കെ ഇടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. അതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മഞ്ഞളൊക്കെ നമ്മൾ മട്ടൻ വേകാൻ നേരത്ത് നമ്മൾ കുക്കറിൽ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതെല്ലാം ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മട്ടനൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള വേവ് നമുക്ക് ഈ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന അതിലോട്ട് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ ആ മസാലയൊക്കെ ഈ മട്ടനകത്ത് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇങ്ങനെ മട്ടൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതനുസരിച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്ത് പിന്നെയും അടച്ച് വെച്ച് ഒന്നുകൂടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയില ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പിടിയും മട്ടൻ കറിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ റംസാനും നമ്മുടെ ഈദിനും നമ്മുടെ ഈസ്റ്ററിനുമൊക്കെ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാവുന്ന നല്ലൊരു വിഭവമാണ് മട്ടനും പിടിയും. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.